ഹലോ മൈ ഡിയർ സോൾമേറ്റ്സ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അവർ നിങ്ങളെ മിസ് ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളൊരു റീഡിങ്ങാണ് നോക്കാൻ പോകുന്നത്. ഇവിടെ 4 കാർഡാണുള്ളത്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാർഡ് സെലക്ട് ചെയ്യുക. ആ വ്യക്തിനെ മനസ്സിൽ വിചാരിച്ചിട്ട് വേണം ഒരു കാർഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ആദ്യത്തെ കാർഡിലോട്ട് പോവാം. ഈ ഒരു കാർഡിൽ പറയുന്നത് വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പുള്ളി നിങ്ങളെ ആലോചിക്കുന്നുണ്ട്. പുള്ളി വരും, നിങ്ങൾക്ക് ഒരു ആക്ഷൻ എടുക്കും. പുള്ളി ഈ ഒരു റിലേഷൻഷിപ്പിൽ പുള്ളി ഒരു ആക്ഷൻ എടുക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. നമുക്ക് തോന്നും അയാൾ വരില്ല, അല്ലെങ്കിൽ അയ്യോ ഇനിയൊരു ചാൻസ് ഇല്ല എന്ന് നമുക്ക് വിചാരിക്കും. പക്ഷേ നിങ്ങൾ അങ്ങനെയൊന്നും വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും അയാളൊരു തീരുമാനത്തോടെ ആയിരിക്കും വരുന്നത്. അയാളൊരു ആക്ഷനിലൂടെ ആയിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് വരിക. പിന്നെ മനസ്സിലൊക്കെ അയാൾ നിങ്ങളെ വിചാരിക്കുന്നുണ്ട്. മിക്കവാറും ഒരു മാസത്തിനുള്ളിൽ ഒരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അയാളിങ്ങനെ പ്ലാനിങ് ചെയ്യുവാണ്, എങ്ങനെ അപ്രോച്ച് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ തിരിച്ചു വരാം ഈ റിലേഷൻഷിപ്പിലേക്ക് എന്നാണ് പുള്ളി ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാർഡ് നമുക്ക് റീഡ് ചെയ്യാം. ഈ കാർഡ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറയുന്നത് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നത്, ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ, പിന്നെന്താ അങ്ങനൊരു ചിന്താഗതിയാണ്. പിന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെയൊക്കെ പറയുന്നത് കർമ്മ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു റിലേഷനാണിത്. അതായത് എന്തെങ്കിലും ഒരു ന്യായമൊക്കെ നടത്താൻ നോക്കുന്ന ഒരാളായിട്ടാണ്. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ തിരുത്താം, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്താഗതിയിലുള്ള ഒരാളാണ്. അങ്ങനെ ഒരു മനോഭാവത്തിൽ നിൽക്കുന്ന ആളായിട്ടാണ് ഇപ്പോൾ നമുക്ക് ഇയാളെ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഗ്രൂപ്പ് നമ്പർ 3യിലേക്ക് പോവാം. ഗ്രൂപ്പ് നമ്പർ 3യിൽ പറയുന്നതെന്ന് വെച്ചാൽ അവരെപ്പോഴും നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. അവരുടെ ഒരു പ്യുവറായിട്ടുള്ള ഒരു ലവാണ്. അവരെപ്പോഴും നിങ്ങളെ മാത്രമാണ് സ്നേഹിക്കുന്നത്, നിങ്ങളെ മാത്രം. വേറെ ഒരു ഓപ്ഷൻസോ അല്ലെങ്കിൽ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ പോലും അവർ എപ്പോഴും നിങ്ങളുമായിട്ടിരുന്ന നല്ല മൂമെൻറ്റ്സാണ് എപ്പോഴും അവരുടെ മനസ്സിലുള്ളത്. ഞങ്ങൾ ഒരുമിച്ച് പോയ സമയങ്ങൾ, ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ച സമയങ്ങൾ, അങ്ങനെയൊക്കെയാണ് അവർ എപ്പോഴും ചിന്തിക്കുന്നത്. പിന്നെ അവർ 100% ഒരു പോസിറ്റീവായിട്ട് ഉള്ളൊരു മെമ്മറി ഉള്ള ആൾക്കാരാണ്. നിങ്ങളുടെ നല്ല സ്വഭാവങ്ങളെ കൂടുതൽ എടുത്ത് ഇങ്ങനെ ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ആൾക്കാരായിട്ടാണ് നമുക്കിതിനകത്ത് കാണുന്നത്. അവരെപ്പോഴും ആലോചിക്കുന്നത് നിങ്ങൾ ഒരുമിച്ചുള്ള വിവാഹം, നിങ്ങൾ ഒരുമിച്ചുള്ള റൊമാൻറ്റിക് ലൈഫ്, നിങ്ങൾ ഒരുമിച്ചുള്ള ജീവിതം, അങ്ങനെ നിങ്ങൾ ഒരുമിച്ചുള്ള പല കാര്യങ്ങളും പുള്ളി ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് ഈ കാർഡ് നമ്പർ 3യിൽ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് കാർഡ് നമ്പർ 4 എടുക്കാം. ഈ ഒരു കാർഡിൽ പറയുന്നത് സീക്രട്ട് മിസ്സിങ് എവിഡൻസ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി രാത്രി ഒന്നും ഉറക്കമില്ലാണ്ട് നിങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ സൂം ഔട്ട് ചെയ്തും ഇങ്ങനെ കാണുന്നു. പിന്നെ നിങ്ങൾ പണ്ട് ചാറ്റ് ചെയ്ത മെസ്സേജസൊക്കെ ഇങ്ങനെ എഴുതുന്ന രാത്രി കാലങ്ങളാകുമ്പോൾ ഇങ്ങനെ ഓർമ്മ വരും. വിറക്കുവാണ് രാത്രി കണ്ടിട്ട് നിങ്ങളുടെ മെസ്സേജസൊക്കെ ഇങ്ങനെ റീഡ് ചെയ്യുകയാണ് പുള്ളി. പിന്നെ നമ്മൾ വിചാരിക്കും ഭയങ്കര ദേഷ്യക്കാരനാണ്, ഭയങ്കര ഗൗരവമുള്ളൊരു വ്യക്തിയാണെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ പുള്ളിക്കൊരു ഭയങ്കര ഒരു ചിന്തയാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി, നിങ്ങളെ പറ്റി ഒക്കെ ഉള്ളൊരു ചിന്തയാണ് പുള്ളിക്കുള്ളത്.